പ്രൈസ് ദി ലോർഡ്. നമുക്കെല്ലാവർക്കും ചേർന്ന് 61 സങ്കീർത്തനം വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. 61 സങ്കീർത്തനം, സാംസ് 61. ചുരുക്കം ചില വാക്യങ്ങളുള്ള സങ്കീർത്തനമായതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ചേർന്ന് വായിക്കാം. ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തു നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കാം. എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ. നീ എനിക്കൊരു സങ്കേതവും ശത്രുവിൻ്റെ നേരെ ഉറപ്പുള്ള ഗോപുരവും ആയിരിക്കുന്നുവല്ലോ. ഞാൻ നിൻ്റെ കൂടാരത്തിൽ എന്നേക്കും വസിക്കും, നിൻ്റെ ചിറകിൻ മറവിൽ ഞാൻ ശരണം പ്രാപിക്കും. ദൈവമേ, നീ എൻ്റെ നേർച്ചകളെ കേട്ടു, തിരുനാമത്തെ ഭയപ്പെടുന്നവരുടെ അവകാശം എനിക്ക് തന്നുമിരിക്കുന്നു. നീ രാജാവിൻ്റെ ആയുസ്സിനെ ദീർഘമാക്കും, അവൻ്റെ സംവത്സരങ്ങൾ തലമുറ തലമുറയോളം ഇരിക്കും. അവനൊന്നേക്കും ദൈവസന്നിധിയിൽ വസിക്കും. അവനെ പരിപാലിക്കേണ്ടതിന് ദയയും വിശ്വസ്തതയും കൽപ്പിക്കണമേ. അങ്ങനെ ഞാൻ തിരുനാമത്തെ എന്നേക്കും കീർത്തിക്കുകയും എൻ്റെ നേർച്ചകളെ നാൾതോറും കഴിക്കുകയും ചെയ്യും. അനുഗ്രഹീത സങ്കീർത്തനം തന്ന ദൈവത്തിന് സകല മാനവും മഹത്വം കൽപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. എല്ലാവർക്കും തത്സ്ഥാനത്തിരിക്കാം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഒരിക്കൽ കൂടി ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ, ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിപ്പാൻ, ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനൊക്കെ ദൈവം ആയുസ്സും ആരോഗ്യവും ഒക്കെ ദൈവം നമുക്ക് നൽകിയ ദൈവത്തിൻ്റെ വൻകൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. നമ്മൾ സങ്കീർത്തന ഭാഗത്തിലേക്ക് നമ്മൾ വായിച്ച സങ്കീർത്തനം 61 സങ്കീർത്തനമാണല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 4 സങ്കീർത്തനത്തിന് ശേഷം ഏറ്റവും കൂടുതൽ എനിക്ക് ഒന്ന് വായിച്ചിട്ടുള്ള സങ്കീർത്തനമാണ് 61 സങ്കീർത്തനം. കാര്യം കൊച്ചിലെ തൊട്ടേ വായിക്കുന്ന സങ്കീർത്തനമായതുകൊണ്ട് ഒരു ദൈവവചനം എന്താണെന്നോ അല്ലെങ്കിൽ ദൈവവചനത്തിൻ്റെ ശക്തി എന്താണെന്നോ ദൈവവചനത്തിൽ ജീവനുണ്ടെന്ന് അറിയാത്തൊരു കാലഘട്ടത്തിൽ അന്ന് മുതലേ ചിലപ്പോൾ ഒരു കുടുംബ പ്രാർത്ഥനയ്ക്ക് ചടങ്ങ് പോലെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഏറ്റവും ചെറിയ സങ്കീർത്തനം എന്നുള്ള നിലയിൽ കാണപ്പെടുന്നതായ 4 സങ്കീർത്തനം, 61 സങ്കീർത്തനം, ഇങ്ങനെ തപ്പിപ്പിടിച്ച് വായിക്കുന്ന സങ്കീർത്തനങ്ങളായിരുന്നു ഇതൊക്കെ. എങ്കിൽ തന്നെയും ഇതിൽ നിന്ന് പോലും ദൈവത്തിന് വൻകാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുവാനുണ്ട് എന്നുള്ളതാണ് അതിശ്രേഷ്ഠമേറിയതായ കാര്യം. 61 സങ്കീർത്തനം നമ്മൾ കാണുന്ന പ്രകാരം ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണല്ലോ. അവിടെ ദാവീദ് നിലവിളിയോടുകൂടെ ദൈവസന്നിധിയിൽ തൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ എന്ന ദൈവസന്നിധിയിൽ തൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നു നൽകിക്കൊണ്ട് ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്നു. നിലവിളിയോടുകൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ എന്ന് ദാവീദ് ദൈവസന്നിധിയിൽ പറയുന്നതായ ഒരു സങ്കീർത്തന ഭാഗമാണ് ഈ 61 സങ്കീർത്തനം. ഈ 61 സങ്കീർത്തനം എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തതായ ഒരു വാക്യം എന്ന് പറയുമ്പോൾ 2ാമത്തെ വാക്യമാണ്. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തു നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ. പലപ്പോഴും സ്മൂത്തായിട്ട് പോയി എന്ന് വരത്തില്ല. നമ്മുടെ സാഹചര്യങ്ങളിൽ റഫ് ആൻഡ് ടഫായിട്ടുള്ളതായ ജീവിത മേടുകൾ നമുക്ക് ചിലപ്പോൾ ചാടിക്കടക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ഓടേണ്ടതായിട്ടുണ്ട്, കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ മധ്യത്തിൽ നമ്മൾക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ സാഹചര്യങ്ങൾ കണ്ടുകൊണ്ട് നമ്മളുടെ ഹൃദയം ക്ഷീണിച്ചു പോകും. ഹൃദയം ക്ഷീണിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് പറഞ്ഞ എക്സ്ട്രീം എൻഡ് ഓഫ് ദ എർത്ത്, എനിക്ക് മുകളിലേക്ക് എൻ്റെ തല ഉയർത്തി ഒന്ന് നോക്കുവാൻ വേണ്ടി എനിക്കൊരു സ്ഥലമുണ്ട്. അതാണ് അത്യുന്നതമായ പാറ എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൻ്റെതായ സാഹചര്യങ്ങളിൽ നമ്മൾ ക്ഷീണിക്കുന്നതായ മധ്യത്തിൽ പണ്ടേ ഞാൻ കേട്ടതും പാടിയതുമായ ഒരു പാട്ടാണ്, എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ നിന്നെ വിളിച്ചിടും. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ നിന്നെ വിളിച്ചിടും. എനിക്കത്യുന്നതമായ
പാറയിൽ എന്നെ നിത്യം നടത്തണേ. എനിക്കത്യുന്നതമാ പാറയിൽ എന്നെ നിത്യം നടത്തണേ. അല്ലെങ്കിൽ തന്നെ പാട്ടിൻ്റെ മുന്നോട്ട് പാടുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ദൈവസന്നിധി നിലവിളിക്കും. അപ്പോൾ എനിക്ക് അത്യുന്നതമായ പാറയിലേക്ക് ദൈവം എന്നെ വഴി നടത്തുമെന്നുള്ളതായ ഒരു പാട്ടാണ് നമ്മൾ അവിടെ കാണുവാൻ സാധിക്കും. നമ്മുടേതായ സ്പിരിറ്റ് പലപ്പോഴും ലോ ഇൻ സ്പിരിറ്റ്, ആ ഒരു അനുഭവത്തിൻ്റെ മധ്യത്തിലും ദൈവം നമുക്ക് തലയുയർച്ച് നോക്കുമ്പോൾ നമുക്ക് അത്താണിയായിട്ട്, നമുക്ക് തുണ നിന്ന് നമ്മളെ സഹായിക്കുവാൻ വേണ്ടി നമുക്ക് വേണ്ടി അത്യുന്നതമായ ഉറച്ചു നിൽക്കുന്നതായ ഒരു പാറയുണ്ട് എന്നുള്ളതാണ് നമ്മളെ ജീവിതത്തിൽ ധൈര്യപ്പെടുത്തി നിൽക്കുന്നതെന്ന്. ഏതൊക്കെ സാഹചര്യങ്ങൾ നമ്മൾക്ക് മീതെ അല്ലെങ്കിൽ കടന്നു പോയാലും അതിൻ്റെ മധ്യത്തിൽ നമ്മളെ പിടിച്ചു നിർത്തുന്ന ബലമുള്ള കരം നമുക്ക് മീതെ ചലിക്കുന്നുണ്ടെന്നുള്ളതായ ശ്രേഷ്ഠമേറിയതായ ഒരു അനുഭവമാണ്. ഈ അത്യുന്നതമായ പാറ നമുക്കറിയാം. സങ്കീർത്തനത്തിൽ പറഞ്ഞ നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. നമ്മുടെ രക്ഷയുടെ പാറയാണ് ഈ പാറ. എന്നിട്ട് 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിലോട്ടൊക്കെ കടന്നു വരുമ്പോൾ അവർ അനുഗമിച്ച പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു ആയിരുന്നു. എങ്കിലും പലരിലും ദൈവം പ്രസാദിച്ചില്ല എന്നുള്ള ഒരു കണ്ടീഷൻ, ഒരു ക്ലോസിൽ കൂടാണ് ആ വചനം പ്രസൻറ്റ് ചെയ്യപ്പെടുന്നത്. ആ ആത്മീയ പാറയിൽ എല്ലാവരും അതേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു ആയിരുന്നു. ജീവിതത്തിൻ്റെതായ സാഹചര്യങ്ങളിൽ ഇങ്ങനെ വളരെയധികം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മുകളിലേക്ക് നോക്കി ആശ്വാസം കണ്ടെത്തുവാൻ, ഉറച്ചു നിൽക്കുവാൻ കഴിയുന്നതായ ഈ ആത്മീക പാറ, ആ പാറയിൽ തന്നെ ആശ്രയിച്ച് നമ്മൾക്ക് നിലകൊള്ളണം. ചില വാക്യശകലങ്ങൾ യെശയ്യാപ്രവചനത്തിൽ നിന്ന് 1-2 ഭാഗങ്ങൾ വായിച്ച് നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എപ്പോഴും ഞാൻ വാക്യം ഏതൊക്കെ സങ്കീർത്തനത്തിൽ നിന്ന് എവിടെയൊക്കെ കടന്നു പോയി കഴിഞ്ഞാൽ യശയ്യാവിൽ നിന്ന് തൊടാതെ ചിലപ്പോൾ അവസാനിക്കത്തില്ല എന്നുള്ളതായ രീതിയാണ് പലപ്പോഴും സംഭവിക്കുന്നത്. യെശയ്യാപ്രവചനം അതിൻ്റെ 25-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ നമ്മൾ വായിക്കും. അതിൻ്റെ 4-ാമത്തെ വാക്യം പ്രാരം വായിക്കുന്നു. ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിൻ്റെ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ നീ എളിയവനൊരു ദുർഗവും ദരിദ്രൻ അവൻ്റെ കഷ്ടത്തിൽ ഒരു കോട്ടയും കൊടുങ്കാറ്റിൽ ഒരു ശരണവും ഉഷ്ണത്തിൽ ഒരു തണലും ആയിരിക്കുന്നു. നമുക്ക് ഈ സങ്കീർത്തനത്തിനുടനീളം നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെതായ പ്രത്യേകമായ പ്രൊട്ടക്ഷനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ നിന്ന് നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. അവനെ പരിപാലിക്കേണ്ടതിന് ദയയും വിശ്വസ്തതയും കൽപ്പിക്കണമേ എന്നൊക്കെയും കൽപ്പിക്കുന്നു. രാജാവിനെ ദൈവം പരിപാലിക്കണമേ, അവയെ എന്നേക്കും വാഴണം എന്ന് പറയുമ്പോൾ രാജാവ് വളരെയധികം പ്രതിസന്ധി, വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്നതായ സമയമാണ്. അന്നേരമാണ് പറയുന്നത് രാജാവ് ഇതിലൊന്നും ക്ഷീണിച്ചു പോകുവാൻ വകയില്ലാതെ വണ്ണം ദൈവം രാജാവിനെ എന്നേക്കും നിലനിർത്തുമെന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഇവിടെ കാണുന്നു ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ, ഒരു എളിയവൻ്റെ നേരെ, ഒരു സാധുവിൻ്റെ നേരെ, അല്ലെങ്കിൽ നിലനിൽക്കുവാൻ കഴിയാത്ത ഒരുവൻ്റെ നേരെ ഭയങ്കരന്മാരുടെ ചീറ്റൽ അടിച്ചു കഴിയുമ്പോൾ എവിടെ ചെന്ന് നിൽക്കുവാൻ വേണ്ടിയാണ്? എല്ലാ നിലകളിലും 4 സൈഡിൽ നിന്നും പ്രതികൂലങ്ങൾ, വിവിധമായ പ്രയാസങ്ങൾ, എങ്ങനെ കടന്നു പോകുമെന്ന് തോന്നുന്നതായ സാഹചര്യങ്ങളിൽ ഹൃദയം ക്ഷീണിക്കുന്നതായ അവസ്ഥ, ഒരു സൊല്യൂഷൻ കാണുവാൻ കഴിയാത്ത അവസ്ഥകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന് നേരെ അടിക്കുമ്പോൾ ദൈവത്തിൻ്റെതായ എളിയവന് ഒരു ദുർഗമായി, ദരിദ്രന് അവൻ്റെ കഷ്ടത്തിൽ ഒരു കോട്ടയായി, കൊടുങ്കാറ്റിൽ ഒരു ശരണമായി, ഉഷ്ണത്തിൽ ഒരു തണലായി ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി വെളിപ്പെട്ട് വരുമെന്നാണ് അവിടെ കാണുന്നത്. നമ്മുടേതായ ഹൃദയങ്ങൾ ക്ഷീണിക്കുന്നതായ മധ്യത്തിൽ എന്ത് ചെയ്യും, എങ്ങനെ മുന്നോട്ട് പോകും, ഇതിന് എങ്ങനെ പരിഹാരമുണ്ട് എന്നും തോന്നുന്നതായ സാഹചര്യങ്ങളിൽ ദൈവം നമ്മളെ തൊട്ടുണർത്തുന്നതായ ജീവിതത്തിൻ്റെതായ മണ്ഡലങ്ങളുണ്ട്. ദൈവം നമ്മളെ ആശ്വസിപ്പിക്കും, ദൈവം നമ്മളെ തൊട്ടുണർത്തും, ദൈവം നമ്മളോട് സംസാരിക്കും, ദൈവം നമ്മളോട് ഇടപെടും. തൻ്റെ വചനത്തിൽ കൂടി ദൈവം നമ്മളോട് വ്യക്തമായി ഹൃദ്യമായി സംസാരിക്കുമെന്നുള്ളതാണ്. ദൈവത്തിൻ്റെതായ ഇടപെടലിൻ്റെതായ ശ്രേഷ്ഠതയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു വാക്യം കൂടി നമുക്ക് യെശയ്യാപ്രവചനത്തിൽ നിന്ന് തന്നെ വായിക്കാം. യെശയ്യാപ്രവചനം അതിൻ്റെ 54-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യം. അമ്പത്തിനാലിൻ്റെ 11-12 ഇപ്രകാരം നമ്മൾ വായിക്കുന്നു. അരിഷ്ടയും കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ട് ആശ്വാസമറ്റവളുമായുള്ളോവേ, ഞാൻ നിൻ്റെ കല്ല് അഞ്ജനത്തിൽ പതിക്കുകയും നീലക്കല്ലുകൊണ്ട് നിൻ്റെ അടിസ്ഥാനം ഇടുകയും ചെയ്യും.
ഞാൻ നിൻ്റെ താഴികക്കുടങ്ങളെ പത്മരാഗം കൊണ്ടും നിൻ്റെ ഗോപുരങ്ങളെ പുഷ്പരാഗം കൊണ്ടും നിൻ്റെ അറ്റങ്ങളൊക്കെയും മനോഹരമായ കല്ലുകൊണ്ടും ഉണ്ടാക്കും. ഇത് വളരെ ശ്രേഷ്ഠമേറിയ ആത്മീയ അർത്ഥമുള്ളൊരു വാക്യമാണ് കാണുന്നത്. ഇത് പറയുമ്പോൾ ഈ വാക്യം പറയുന്നത്, കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ട് ആശ്വാസമറ്റവളായി നിലകൊള്ളുന്നവളായുള്ളോവേ. ഇത് മറ്റ് ആരുമല്ല, ഈ ശാശ്വതമായ യാഹെന്ന ശാശ്വതമായ പാറയിൽ നമുക്കൊരു ആശ്രയമുണ്ട്, സങ്കേതമുണ്ട് എന്ന് പറയുന്ന സേവിച്ച് നിൽക്കുന്നതായ തൻ്റെ മണവാട്ടിയാകുന്ന ദൈവസഭ തന്നെയാണ് പറയുന്നത്. പലപ്പോഴും സഭയുടെ ജീവിതത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് കൊടുങ്കാറ്റുകളെ തരണം ചെയ്യേണ്ടതായിട്ടുണ്ട്. വിവിധമായ കൊടുങ്കാറ്റുകളുടെ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, അരിഷ്ടയും കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ട ആശ്വാസമറ്റവളും ആയുള്ളോവേ, ഞാൻ നിൻ്റെ കല്ല് അഞ്ജനത്തിൽ പതിപ്പിക്കും. എത്ര കൊടുങ്കാറ്റിലൂടെ പ്രതിസന്ധികളിലൂടെ ദൈവജനം കടന്നു പോകുവാനിടയാണെന്നെങ്കിൽ തന്നെയും ദൈവജനത്തിന് അവർക്ക് അവരുടേതായ ഒരു മാന്യതയുണ്ട് എന്നുള്ളതാണ് ഈ വചനത്തിൻ്റെ അർത്ഥമെന്നുള്ളത്. ദൈവജനത്തിന് അതിൻ്റെ ഒരു മാന്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ നിൻ്റെ കല്ല് അഞ്ജനത്തിൽ പതിക്കുകയും നീലക്കല്ല് കൊണ്ട് നിൻ്റെ അടിസ്ഥാനമിടുകയും ചെയ്യും. ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ഓരോരുത്തരും അവൻ്റെ ഒരു മുത്താണ് എന്നുള്ളതാണ് അതിനർത്ഥമായിരിക്കുന്നത്. പലപ്പോഴും കടന്നു പോകുന്നത് ചിലപ്പം പ്രതിസന്ധിയിലായിരിക്കാം, കടന്നു പോകുന്നത് ചിലപ്പോൾ കൊടുങ്കാറ്റിനാൽ ചുഴറ്റിയെറിയപ്പെട്ടതായ അവസ്ഥയിലും ആയിരിക്കാം കടന്നുപോയി. അതിൻ്റെ മധ്യത്തിലും ദൈവം തരുന്നൊരു ശാന്തതയുണ്ടല്ലോ, അതിൻ്റെ മധ്യത്തിലും ദൈവം തരുന്നൊരു സമാധാനമുണ്ടല്ലോ, അതിൻ്റെ മധ്യത്തിലും ദൈവം തരുന്നൊരു ആത്മസാന്നിധ്യമുണ്ടല്ലോ, അഭിഷേകത്തിൻ്റെ നിറമുണ്ടല്ലോ. അതിനപ്പുറത്തായിട്ട് ഒന്നും നമുക്ക് ആവശ്യമായിട്ട് ഇല്ല എന്നുള്ളതാണ്. ദൈവം നമ്മളെ നിലനിർത്തുന്നതായ ഒരു ദൈവമാണ്. അവിടെ നമ്മൾ അതിൽ കൂടെ നിൻ്റെ താഴികക്കുടങ്ങളെ പത്മരാഗം കൊണ്ട്, നിൻ്റെ ഗോപുരങ്ങളെ പുഷ്പരാഗം കൊണ്ട്, നിൻ്റെ അറ്റങ്ങളെയൊക്കെ നിൻ്റെ മനോഹരമായ കല്ലുകൊണ്ടും ഉണ്ടാക്കും എന്നുള്ളതാണ്. നാം ദൈവസഭയെ ഒരു ബിൽഡിങ്ങിനോട്ട് ഉപമിക്കുമ്പോൾ ദൈവസഭയെ ഏറ്റവും കൂടുതൽ ഉപമിച്ചിരിക്കുന്നതായ ദൈവസഭ ഒരു ബിൽഡിംഗ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിലും കല്ലാലോ മണ്ണാലോ പണിതതായ ഒന്നുമല്ല ദൈവസഭ എങ്കിൽ തന്നെയും പണിയപ്പെട്ടത് എന്നതായ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ കല്ലുകളായിട്ടാണ് ദൈവം നമ്മളെ വേർതിരിക്കുന്നത്. അതിന് ആധാരമായിട്ട് നമുക്ക് വായിക്കാം 1 പത്രോസിൻ്റെ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. 1 പത്രോസിൻ്റെ ലേഖനം 2:5 മുതൽ ഞാൻ വായിക്കുന്നു. നിങ്ങളും ജീവനുള്ള കല്ലുകളെന്ന പോലെ ആത്മീയ ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിതവർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ദൈവസഭയിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ശ്രേഷ്ഠകരമേറിയ പദവിയാണ് തൻ്റെ വിശുദ്ധ പുരോഹിതവർഗമായാണ് ദൈവം നമ്മളെ. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതി, രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശം, സ്വന്തം ജനമായിട്ട് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ ദൈവം നമ്മളെ ജീവനുള്ള കല്ലുകളെന്നുള്ള ഒരു പൊസിഷനിലാണ് സഭയിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഒരു ബിൽഡിങ്ങിന് ഏറ്റവും വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അത് കല്ലുകൾ എന്നുള്ളത്. എന്നാൽ ദൈവസഭയിൽ പണിയപ്പെട്ടിരിക്കുന്നത് ഈ ചത്ത കല്ലുകൊണ്ടല്ല, ജീവനുള്ള കല്ലുകൾ കൊണ്ടാണ്. ഈ കല്ലുകൾക്ക് ജീവൻ വെക്കുന്നത് എങ്ങനെയാണ്? ആത്മാവിൽ ആരാധിച്ച് ഈ ആത്മാവിൻ്റെ നദിയിൽ നിന്നും പാനം ചെയ്യുമ്പോൾ ഈ കല്ലുകൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നു. കല്ലുകൾ ഇവിടെ ജീവനുള്ള കല്ലുകളായിട്ട് മാറുന്നു. അങ്ങനെയാണ് ദൈവസഭ പണിയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവസഭ പണിയപ്പെടുന്നത് ബിൽഡിംഗ് മെറ്റീരിയൽ കൊണ്ടോ ഒന്നുമല്ല, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവജനത്തെ കൊണ്ടാണ് ദൈവസഭ പണിയപ്പെടുന്നത്. ആ ദൈവജനത്തിൻ്റെ മേൽ ആത്മാവിൻ്റെ ശക്തി വീഴുമ്പോൾ അവർ ജീവനുള്ള കല്ലുകളായിട്ട് മാറും. അങ്ങനെ ജീവനുള്ള സാക്ഷി പാട്ടുകൾ പാടുവാൻ, സാക്ഷി ചൊല്ലുവാൻ, ദൂതറിയിപ്പുവാൻ എന്നൊക്കെ നമ്മൾ പാടുമല്ലോ. ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ തക്ക രീതിയിൽ ജീവനുള്ള കല്ലുകളായിട്ട് ദൈവം നമ്മളെ എന്ത് ചെയ്യും? രൂപാന്തരപ്പെടുത്തുമെന്നുള്ളതാണ് ഈ വാക്യത്തിൻ്റെ. അതുകൊണ്ടാണ് പറയുന്നത് അതിൻ്റെ 6-ാം വാക്യം, ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു കല്ല് സിയോനിലിടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്തിൽ കാണുന്നുവല്ലോ. 7-ാം വാക്യം, വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഞാൻ യെശയ്യാപ്രവചനത്തിലും പറഞ്ഞത്, 54-ാം വാക്യം വായിച്ചപ്പോൾ, കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ടവൾ, വളരെ അരിഷ്ടയായി പോയവൾ എങ്കിൽ തന്നെയും ദൈവസാന്നിധിയിൽ കടന്നു വരുമ്പോൾ അവിടെ ഒരു ശ്രേഷ്ഠമേറിയ സ്ഥാനം ദൈവജനത്തിനുണ്ട്. ഇന്ന് നേരിടുന്ന പ്രതിസന്ധികളല്ല നിന്നെ അങ്ങനെ എന്ന് പറയുമ്പോൾ ദൈവം പതിക്കുന്നതായ ദൈവത്തിന് കൊള്ളാകുന്ന കല്ലുകളായിട്ട് ദൈവം നമ്മളെ രൂപാന്തരപ്പെടുത്തി. അതുകൊണ്ടാണ് ആ ശ്രേഷ്ഠവും മാന്യമായ ഒരു മൂലക്കല്ല് സിയോനിലിടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ലജ്ജിച്ചു പോകാൻ സാധ്യമല്ല. അരിഷ്ടയായിരിക്കാം, കൊടുങ്കാറ്റിൽ തകർക്കപ്പെട്ടതായ അവസ്ഥയിലൂടെ ഇന്ന്
കടന്നു പോകുന്നവരായിരിക്കും എങ്കിലും ദൈവത്തെ വിശ്വസിക്കുന്നുവെങ്കിൽ അതിൻ്റെ മാന്യത നമ്മുടെ മേൽ പകർന്ന് ദൈവം മാനിക്കുവാൻ ശക്തനാണ്. ഈ സങ്കീർത്തനത്തുടനീളം ദാവീദിൻ്റെതായ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ, താൻ രാജാവായിരുന്നുവെങ്കിൽ തന്നെയും താൻ നേരിട്ടതായ പ്രതിസന്ധികളിൽ ദൈവം തന്നെ നിലനിർത്തി, തൻ്റെതായ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ദൈവം തന്നെ ധൈര്യപ്പെടുത്തി, എൻകറേജ് ചെയ്ത് തൻ്റെ ഹൃദയത്തിൽ പ്രത്യാശ നൽകി, തൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ തനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് ചെന്നടുക്കത്തക്ക രീതിയിൽ ദൈവം തന്നെ ബലപ്പെടുത്തി നിർത്തുന്നതായ ഈ സങ്കീർത്തനത്തിൽ കൂടി നമുക്ക് കാണുവാൻ സാധിച്ചുവല്ലോ. നമ്മുടേതായ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ പൗലോസ് പോലും പറയുന്നു, എനിക്ക് ഒന്നാം പ്രതിവാദത്തിൽ ആരും തുണ നിന്നില്ല, ജീവിതത്തിൽ പലരും കൈവിടപ്പെട്ട്, എല്ലാവരും കൈവിടപ്പെട്ട് ആർക്കും തുണ നിന്നില്ലെങ്കിലും ദൈവം എനിക്ക് തുണ തന്ന്, ദൈവത്തിന് എന്നെ പ്രസംഗം അല്ലെങ്കിൽ എൻ്റെ സുവിശേഷം, എൻ്റെ ശുശ്രൂഷ പൂർത്തീകരിക്കത്തക്ക രീതി ദൈവം എനിക്ക് തുണ തന്ന് എന്നെ സഹായിച്ചു. ഈ സങ്കീർത്തന ഭാഗം ഞാൻ ചൂണ്ടുന്നത് എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയ ഒരു പാട്ട് ഇതാണ്. എനിക്കത് പാടാൻ നന്നായിട്ട് അറിയത്തില്ല, എങ്കിൽ തന്നെയും ഞാനത് ജസ്റ്റ് പറയും. ഓൺ ക്രൈസ്റ്റ് ദ സോളിഡ് റോക്ക് ഐ സ്റ്റാൻഡ്, all other ground is sinking sand. ഞാൻ വായിച്ച് കേൾപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, മൈ ഹോപ്പ് ഈസ് ബിൽറ്റ് ഓൺ നത്തിങ് ലെസ് than Jesus' blood and righteousness. I dare not trust the sweetest frame, but wholly lean on Jesus' name. On Christ the solid rock I stand. All other ground is സിംഗിങ് സാൻഡ്. എല്ലാ ഗ്രൗണ്ടും മറ്റും നമ്മൾ ആശ്രയം വയ്ക്കുന്ന പലതും സിംഗിങ് സാൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുവാൻ തക്ക ഒരു അത്യുന്നതമായ പാറ, ശ്രേഷ്ഠമേറിയതായ ഒരു സങ്കേതം നമുക്ക് ക്രിസ്തു യേശുവിലുള്ളതിനാൽ യഹോവയിൽ നമുക്ക് സന്തോഷിക്കുവാൻ ഈ പകൽക്കാലം നമുക്കിടയാകട്ടെ. ഈ വചനങ്ങൾ ആ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സമയം അനുവദിച്ചു തന്ന ദൈവസഭയോട്, ദൈവദാസനോട് നന്ദി അറിയിച്ചുകൊണ്ട്